ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു തെങ്ങോലയിൽ നമ്മളൊരു പക്ഷിയെ നിർമ്മിച്ചെടുക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓല കണ്ടോ, ഒരു കണ്ണിയാണ് നമ്മളിവിടെ ഓലയിൽ നിന്ന് അടർത്തി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ നമുക്ക് ഈ ഒരു ഈർക്കിളിൽ നിന്ന് നമുക്ക് ഈ ഒരു ഓലയുടെ ഭാഗം നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി നമുക്കിവിടെ ഈ ഒരു സൈഡിൽ കൂടി കണ്ടോ, ഈ ഒരു ഈർക്കിളിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ കണ്ടോ, ഇതുപോലെ വെച്ച് നമുക്ക് ഈ ഒരു ഓലയെ ഒന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മളിത് മുഴുവനായി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമനുസരിച്ചുള്ള വണ്ണത്തിൽ മാത്രം നമ്മളിത് കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ള ഭാഗം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 കണ്ണികൾ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. കണ്ടോ, ഒന്നിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഈ ഒരു ഭാഗത്തിൽ കൂടി ഇതുപോലൊന്ന് റൗണ്ടിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ചുറ്റിയെടുത്ത് ഇവിടെ നമുക്ക് ഈ ഒരു ഇടതുവശത്ത് വരുന്ന ഭാഗമില്ല, ആ ഒരു ഭാഗത്തിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മടങ്ങി പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം, കണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്യാം. നമ്മളിവിടെ കണ്ടോ, ഇതൊക്കെ ഒന്ന് വലിച്ച് എല്ലാ ഭാഗം ഒന്ന് 4 ഭാഗവും കണ്ടോ, 4 ഇഴകളും ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. കണ്ടോ, നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലുള്ള കണ്ടോ, ഇത് രണ്ടും നല്ല രീതിയിൽ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിലുള്ള ഭാഗത്ത് നമുക്ക് ചെറുത് സൈഡിൽ കൂടി ഒരു പോയിന്റ് വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒന്ന് ഒരു കണ്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ആ ഒരു കട്ടിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഈ ഒരു ഭാഗത്ത് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ഒരു കട്ടിങ് കൊടുത്ത് ആ ഒരു കട്ടിങ്ങിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ വലിക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ഭാഗവും നമ്മളിവിടെ ഇതുപോലെ കിട്ടി. കണ്ടോ, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇവിടെ നമുക്കൊന്ന് ഈ ഒരു ഭാഗം ഒന്ന് ചീകിയെടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്കിതുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് തന്നെ അത് മുറിഞ്ഞ് കിട്ടും. കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം ഒരേ അളവിൽ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നമുക്ക് കണ്ടോ, ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു. കണ്ടോ, ഈ രീതിയിൽ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ നമുക്കൊന്ന് അല്പം മുകളിൽ വെച്ച് നമുക്കിവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ആ ഒരു റൗണ്ട് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് റൗണ്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊരു കട്ടിങ് കൊടുത്താൽ നമുക്കൊരു കൊക്കിൻ്റെ രീതിയിൽ അത് വരും. കണ്ടോ, അപ്പോൾ നമുക്കിവിടെ ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഇതിനൊരു കണ്ണ് വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളൊരു മാർക്കർ ഉപയോഗിച്ച് ഇതിനൊരു കണ്ണ് വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു മാർക്കർ ഉപയോഗിച്ച് 2 ഭാഗത്തും ചെറുതായ ഒന്ന് കണ്ണ് വരച്ചു കൊടുത്തു. കണ്ടോ, അപ്പോൾ നമ്മളിത് വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്കൊരു പക്ഷിയെ കിട്ടി. ഇനി നമുക്കിവിടെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിവെച്ച ആ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം ഒന്ന് അല്പം നേർപകുതി അതിൻ്റെ നമുക്ക് ആ ഒരു നീളത്തിന് നേർപകുതി വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഈർക്കിൾ കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിവിടെ കണ്ടോ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്പോൾ നമ്മളിവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മടഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പക്ഷിയെ നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടി കണ്ടോ അടിവശത്ത് കൂടി ഈ ഒരു സെൻറ്ററിൽ കൂടി മടക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്കിവിടെ നല്ലൊരു പക്ഷിയെ കിട്ടിയിട്ടുണ്ട്. കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.